ഇപ്പം നിൽക്കുന്ന സ്ഥലവും കൂടെ പറയണേ. എനിക്കൊരു ആക്സിഡൻ്റ് ആയതാണ്. 1998 ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. എനിക്ക് ഫിക്സിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അസുഖം വന്ന് ഞാൻ റെയിൽവേ ട്രാക്കിൽ വീണ സമയത്ത് അന്നേരം തന്നെ മുറിഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ ലോട്ടറി 2004 മുതൽ ഞാൻ ലോട്ടറി വിറ്റാണ് ജീവിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ചെറുവാണ്ടൂർ. അതിനുശേഷം 3 ആക്സിഡൻറ്റ് വേറെ നടന്നു, വണ്ടിയിലൊക്കെ ആയിട്ട്. അല്ലാതെ പിന്നെ ഒത്തിരി ആക്സിഡൻറ്റ് നടന്നു. ഇപ്പം ഈ വടിയെ പോലും നിൽക്കരുതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. കാരണം കാലിൻ്റെ മുഴുവൻ എത്ര അസ്ഥികൾ നമുക്കുണ്ടോ അത്രയും അസ്ഥികൾക്കും തേയ്മാനമായതുകൊണ്ട് വടിയിലൊന്നും നിൽക്കരുത്. പിന്നെ എനിക്കൊരു കുഞ്ഞുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന. ഞങ്ങൾ വാടകയ്ക്കാണ്. ഇതുപോലെ ഒരു സ്ഥലമൊന്നുമില്ലെന്ന് ഇങ്ങനെ കേട്ടിട്ട് ഒരു വീഡിയോ ചെയ്താണ് എനിക്ക് സ്ഥലം വാങ്ങാനായിട്ട് പറ്റിയത്. ജോബി ചുമന്നവണ്ണെന്ന് പറഞ്ഞൊരു വ്യക്തി, യൂട്യൂബ് വ്ളോഗർ, വീഡിയോ ചെയ്തിട്ട് ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങാനായിട്ട് ഇടയായി തീർന്നു. ഇനിയിപ്പോൾ ഒരു വീടാണ് ആവശ്യം. അപ്പോൾ കൊച്ചിൻ്റെ വിദ്യാഭ്യാസവും വീടിൻ്റെ വാടകയൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ലോട്ടറി വിൽക്കുന്നത്. ഒരു ദിവസം എത്ര രൂപ ടിക്കറ്റ് വിൽക്കുവാൻ സാധിക്കുന്നുണ്ട്? എനിക്കിവിടെ ഞാൻ മാക്സിമം അങ്ങേറ്റം പോയ ഒരു 90 ടിക്കറ്റൊക്കെ ഉള്ളൂ. എടുത്തുകൊണ്ട് വരുന്ന മുഴുവനൊന്നും ചിലപ്പം വിൽക്കാൻ സാധിക്കത്തില്ല. ലോട്ടറിയുടെ അതെ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് 31 എണ്ണം എഴുതി വന്നത്. അപ്പോൾ സർക്കാർ നമുക്ക് ചെയ്തു തരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും, വികലാംഗർക്ക് വേണ്ടിയിട്ടും തൊഴിലെടുക്കാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടും സർക്കാർ ലോട്ടറി ഇറക്കിയത്. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല, ആകാവുന്ന ആൾക്കാരാണ് ഈ മേഖലയിൽ കൂടുതലും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെയാണെങ്കിലും ലോട്ടറി നറുക്കെടുപ്പൊക്കെ മാറ്റുന്നുണ്ട്. 2 മണിക്കത്തേക്ക് നറുക്കെടുപ്പാക്കുവാണ്. ലോട്ടറിയുടെ പ്രൈസ് ഘടന മാറി. അതൊക്കെ അന്നേരം പ്രൈസ് ഘടന വ്യത്യാസം വരുത്തിയ ഒരു 5000-ൻ്റെ പ്രൈസ് കൂട്ടുവാണെങ്കിൽ നമുക്ക് കച്ചവടങ്ങൾ നടക്കും. പക്ഷെ അതൊന്നും ഇപ്പം നടക്കുന്നില്ല. എന്നിട്ട് ഈ ബാംഗ്ലൂർ എന്ത് ചെയ്യായിരുന്നു? ബാംഗ്ലൂർ ഞാനൊരു റിഹാബിലിറ്റേഷൻ സെൻ്ററിൽ ഇൻചാർജ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. എന്തുവരെ പഠിച്ചു? താങ്കളുടെ പേരെന്തോ? 10ാം ക്ലാസ്. വിൻസി. ഭർത്താവ് കൂടി? ഭർത്താവ് ലോട്ടറി കച്ചവടം തന്നെയാണ്. ഓക്കെ. എവിടെ നിന്നാ ജോലി ചെയ്യുന്നത്? ഇല്ല, പുള്ളി നടക്കുക. ഒരു ദിവസം ഒരു 10-30 കിലോമീറ്ററോളം പുള്ളി നടക്കും. എന്തെങ്കിലും ഹാൻഡിക്യാപ്പ് പോലാണോ അദ്ദേഹം? അല്ല, പുള്ളിക്കും ചെറുതായിട്ട് ഒരു രീതിയിൽ ഓർമ്മ കുറവുണ്ട്. കാരണം പുള്ളി ഒരു ആക്സിഡന്റ് ആയിട്ട് 8 ദിവസത്തോളം ബോധമൊന്നുമില്ലാതെ ആശുപത്രി കിടന്നിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വ്യക്തിയാണ്. അപ്പോഴേ ഡോക്ടർ പറഞ്ഞായിരുന്നു എന്തെങ്കിലും ഒരു വൈകല്യം സംഭവിക്കുന്നു. പക്ഷെ അത് ഓർമ്മക്കുറവാണ്. നമ്മളെല്ലാം പറഞ്ഞു ചെയ്യിക്കണം. ഒന്നും പുള്ളിക്ക് സ്വന്തമായിട്ട് ഓർത്തെടുത്ത് ചെയ്യാനുള്ള കഴിവായില്ല. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മയച്ഛനോ ഉണ്ടോ? സഹോദരങ്ങളുണ്ടോ? അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതാണ്. ഞങ്ങളെ വീട്ടുകാർക്കാർക്കും വേണ്ട. കാരണം ഞങ്ങൾ ബന്ധുക്കോസ് വിശ്വാസത്തിലേക്ക് പോയതുകൊണ്ട് നമ്മളെ വീട്ടുകാരും അവരുടെ ഒരു ആവശ്യങ്ങൾക്കും വിളിക്കത്തില്ല. പുള്ളി എന്നെ 2ാമത് കെട്ടിയതാണ്. ഹസ്ബൻഡ്, പുള്ളിയുടെ ആദ്യത്തെ ഭാര്യ മരിച്ചു പോയതായിരുന്നു. ക്യാൻസർ വന്ന് മരിച്ചതിന് ശേഷം എന്നെ പുള്ളി 2ാമത് കെട്ടിയതാണ്. ഓക്കെ. വിൻസി അല്ലേ? വിൻസി. സ്വദേശം എവിടെയായിരുന്നു ശരിക്കും? എൻ്റെ വീട് അടിവാരം, ഈരാറ്റുപേട്ട കഴിഞ്ഞു. ഹസ്ബൻഡിൻ്റെ വീട് മണ്ണറാട്. താങ്ക് യു.